എലൈൻ സീസസിൻ്റെ ദ ലാഫ് ഓഫ് ദ മെഡൂസ എന്ന ഫേമസ് എസ്സേയാണ് നമ്മളിതാ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആരാണ് സീസസ്? ഒരു ജൂയിഷ് അൾജീരിയൻ ഫ്രഞ്ച് വിമനാണ് എലൈൻ സീസസ്. പോസ്റ്റ് സ്ട്രക്ചറൽ ഫെമിനിസ്റ്റ് റൈറ്ററും ലിറ്റററി ക്രിറ്റിക്കും റിട്ടറീഷ്യനും പ്രൊഫസറും കൂടിയാണ് സീസസ്. ഒരു ഫ്രഞ്ച് കൊളോണിയലിസ്റ്റ് എന്ന നിലയിലും മൈനോറിറ്റി ഗ്രൂപ്പായ കമ്മ്യൂണിറ്റിയായ ജ്യൂ എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ടും രണ്ട് തരത്തിലുള്ള ഐഡൻറ്റിറ്റിക്കിടയിൽ ക്രഷ്ഡായി പോയ ഒരു ലൈഫായിരുന്നു സീസസിൻ്റേത്. നഷ്ടപ്പെടലിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒഴിവാക്കലിൻ്റെയും ഓപ്രഷൻ്റെയും കോൺസിക്വൻസസ് തിക്താനുഭവങ്ങൾ സീസസ് അനുഭവിച്ചിട്ടുണ്ട്. ഒരു ജൂയിഷ് ആയതുകൊണ്ട് മാത്രമല്ല, ഒരു സ്ത്രീ ആയി പോയതുകൊണ്ട് കൂടെയാണ് സീസസിന് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. സൊസൈറ്റിയിൽ അതർ ആക്കപ്പെടുക, അതായത് ഒറ്റപ്പെടുത്തുക, മറ്റൊരാളായി മാറ്റി നിർത്തുക, ധാരാളം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് സീസസ്. തൻ്റെ എഴുത്തുകളിൽ കൂടുതലായും സീസസ് പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് എഴുതുക എന്നാണ്. സ്ത്രീകളെ ആഹ്വാനം ചെയ്യാണ്, എക്സിറ്റേഷനാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സെക്ഷുവൽ ഡിഫറൻസസിനെ തിരിച്ചറിയുക. പുരുഷനെക്കുറിച്ച് എഴുതുമ്പോൾ സ്ത്രീയെക്കുറിച്ച് എഴുതേണ്ടത് സ്ത്രീ തന്നെയാണ്, അല്ലാതെ പുരുഷനല്ല എന്നാണ് സീസസ് പറയുന്നത്. ഈ ക്രീച്ചർ ഫെമിനൈൻ എന്ന ഒരു ടേം സീസസ് കോയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ജാനറെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ്സ് എ ഡിസ്റ്റിങ്ക്റ്റീവ് മോഡ് ഓഫ് റൈറ്റിംഗ്, ദാറ്റ് ഈസ് റൈറ്റിംഗ് ഫോർ വിമൻ ബൈ വിമൻ. സ്ത്രീകളെക്കുറിച്ച് സ്ത്രീകൾ എഴുതുന്ന എഴുത്തുകൾ, നമ്മൾ പറയാറില്ലേ പെണ്ണെഴുത്ത് എന്ന്, അങ്ങനെയുള്ള റൈറ്റിങ്ങിനെയാണ് ഈ ക്രീച്ചർ ഫെമിനൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു റൈറ്റിംഗ് എന്ന് പറയുന്നത്, അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫീമെയിൽ ബോഡിയാണ്. അതായത് സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ച് ശരീരത്തിൽ നിന്ന് എഴുതുക, അതായത് ബോഡിയാണ് ദ ഫൗണ്ടേഷൻ ഫോർ ഫെമിനൈൻ റൈറ്റിംഗ് എന്ന് സീസസ് പറയുന്നു. 1970s ഫ്രാൻസിൽ ധാരാളം ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സ് വന്നുകൊണ്ടേയിരുന്ന സമയമാണ്. ഈ കൂട്ടത്തിൽ ഈ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ്സിലൊക്കെയും നമുക്ക് സീസസിൻ്റെ ഒരു വലിയ പ്രാധാന്യം നമുക്ക് കാണാൻ കഴിയും. റൈറ്റിംഗ്, അതായത് ലിറ്ററേച്ചറിലും പൊളിറ്റിക്സിലും ഫീമെയിൽ ബോഡിയുടെ ഇമ്പോർട്ടൻസിനെ ധാരാളമായി സീസസ് പ്രൊജക്റ്റ് ചെയ്തിരുന്നു. റൈറ്റിംഗ് ദ ബോഡി, അതായത് ബോഡിയെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ബോഡിയെ ഇൻക്ലൂഡ് ചെയ്തെഴുതുക. റൈറ്റിംഗ് വിത്ത് മദേഴ്സ് മിൽക്ക്, റൈറ്റിംഗ് വിത്ത് വൈറ്റ് ഇങ്ക്, ഇങ്ങനെ ഡിഫറെൻ്റ് ഐഡിയാസ് ബോഡിയെയും സെക്ഷുവാലിറ്റിയെയും റൈറ്റിങ്ങിനെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് സീസസ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ റൈറ്റിങ്ങിനും ഒരു ബൈസെക്ഷുവാലിറ്റി ഉണ്ട്, അത് നമ്മൾ തിരിച്ചറിയണം എന്നാണ് സീസസ് പറയുന്നത്. ഒരു വ്യക്തി ആണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവരിലുള്ള സെക്ഷുവാലിറ്റിയെ അവനവൻ തിരിച്ചറിയുക. നമ്മളിൽ എല്ലാവരിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രൈവ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രിഗറിങ് ഫോഴ്സസ്, ഡിസയേഴ്സ്, ഇൻട്രസ്റ്റ് ഒക്കെയുമുണ്ട് എന്നതുപോലെ റൈറ്റിങ്ങിലും ഈ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം എന്ന് സീസസ് പറയുന്നു. ഇങ്ങനെ ഒരു ബൈസെക്ഷുവാലിറ്റിയെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള, റിയലൈസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലായും സ്ത്രീകൾക്കാണുള്ളതെന്നും സീസസ് വിശ്വസിക്കുന്നുണ്ട്. അതായത് ഷീ ക്യാൻ പ്രാക്ടീസ് ഫ്ലൂയിഡ് റൈറ്റിംഗ്. എന്താണ് ഫ്ലൂയിഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു തടസ്സവുമില്ലാതെ ഒഴുകി എഴുതുക എന്ന് പറയും. അതായത് ഒരു കൺസ്ട്രെയിൻസുമില്ല, ഒരു കടിഞ്ഞാണുമില്ല, ഒരു കൺട്രോളുമില്ലാതെ എഴുതുക. ഒരു ചട്ടക്കൂടിനുള്ളിലും നിൽക്കാതെ എഴുതുക, സ്വതന്ത്രമായി എഴുതുക. ഇതാണ് ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു പവർ ഐഡിയോളജിയിൽ കേന്ദ്രീകൃതമാണ് മാൻ എന്ന് പറയുന്നത്. ഫാലഗോസെൻട്രിസം നമുക്കറിയാം, അതായത് മെയിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ലക്കാനിയൻ ഫ്രൂയിഡിയൻ ഫിലോസഫിയിലൊക്കെ നമുക്ക് കാണാം ഈ ഫാലിക് ഫേസ് എന്ന് പറയുന്നത്. അതായത് പുരുഷൻ അവൻ്റെ പവർ എന്ന് പറയുന്നത് അവൻ വിശ്വസിക്കുന്നത് അവൻ്റെ സെക്ഷുവൽ ഓർഗനിലാണ്, അവൻ്റെ സെക്സ് ഓർഗനിലാണ്. അപ്പോൾ അത് നഷ്ടമായാൽ, അല്ലെങ്കിൽ തൻ്റെ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ആ ഒരു മെയിൽ ഓർഗൻ നഷ്ടമായാൽ, ദാറ്റ് വിൽ കോൾ കാസ്ട്രേഷൻ, ഫിയർ ഓഫ് കാസ്ട്രേഷൻ, നഷ്ടമാകുക എന്ന് പറയുന്നത് സ്ത്രീയായി മാറുക എന്നാണ്. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് ചിന്തിക്കാനേ കഴിയില്ല തന്നിലൊരു സ്ത്രൈണത വരിക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫിയറിലാണ് പുരുഷൻ എപ്പോഴും, ഈ ഒരു ആശങ്കയിലാണ് തന്നിലെ പുരുഷത്വം നഷ്ടമാകുമോ നഷ്ടമാകരുത്. അത് വളരെ ഒരു പ്രൈഡായി പുരുഷൻ കരുതിക്കൊണ്ടുവരുന്നു. അതുകൊണ്ട് പുരുഷൻ്റെ എഴുത്തുകളിലും നമുക്കൊരു ലീനിയറിറ്റി കാണാം. അതായത് എന്താണ്, ഒരേ ലൈനിലാണ്
ഒരു പുരുഷൻ്റെ എഴുത്തുകൾ അല്ലെങ്കിൽ പുരുഷൻ്റെ കഥകൾ പോകുന്നത്, അല്ലെങ്കിൽ അയാൾ സ്ത്രീകളെ ചിത്രീകരിക്കുന്നത് എല്ലാം തന്നെ ഒരു ലീനിയർ പാത്വേയിലാണ് പോകുന്നത്. വളരെ ലോജിക്കാണ്, വളരെ ഹോമോജനസ് ആണ്, അതായത് ഒരേപോലെയാണ്. എന്നാൽ സ്ത്രീയുടെ എഴുത്തുകൾ, പെണ്ണെഴുത്തുകൾ എന്ന് പറയുന്നത് നോൺ ലീനിയറാണ്. ഒരു ലോജിക്കിലും അതിനെ തളച്ചിടാൻ കഴിയില്ല. അതുപോലെ വളരെ വൈവിധ്യമാണ്, ഹെറ്ററോജിനസ് ആണ്. ഡിഫറെൻറ്റ് ഇമോഷൻസ്, ഡിഫറെൻറ്റ് സെക്ഷുവാലിറ്റി, ഡിഫറെൻറ്റ് ഡിസയേഴ്സ്, ഡിഫറെൻറ്റ് ഡ്രൈവ്സ്. അപ്പോൾ വളരെ ഹെറ്ററോജിനസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള എഴുത്തുകൾ വരണം, സ്ത്രീകൾ എഴുതണം. ഇതാണ് സീസസ് പറയുന്നത്. സീസസിൻ്റെ ദ ലാഫിംഗ് ഓഫ് ദ മെഡൂസ എന്ന എസ്സേ കുറിച്ച് പറയുന്നതിന് മുൻപ് ആരാണ് മെഡുസ എന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്രീക്ക് മിത്തോളജിക്കൽ ഫിഗറാണ് മെഡുസ. അതായത് ഒരു സ്ത്രീ രൂപമാണ്. എന്നാൽ തലയിൽ ഹെയറിന്, തലമുടിക്ക് പകരം അവിടെ ഉള്ളത് അതീവ വിഷം ഉള്ള പാമ്പുകളാണ്, സ്നേക്സ് ആണ്. അപ്പോൾ എന്താണ് മെഡുസയുടെ സ്പെഷ്യാലിറ്റി? ആരാണോ അവളുടെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കുന്നത് ആ ആൾ സ്റ്റോണായി മാറും, കല്ലായി മാറും. ഇതാണ്. അപ്പോൾ ഈ ഗ്രീക്ക് മിത്തോളജിക്കൽ ക്യാരക്ടറായ മെഡുസയെ ബേസ് ചെയ്തുകൊണ്ട് സിഗ്മണ്ട് ഫ്രോയിഡ്, സൈക്കോ അനാലിസിസിൻ്റെ ഫാദറായ സിഗ്മണ്ട് ഫ്രോയിഡ് എഴുതിയ ഒരു എസ്സേയാണ് മെഡുസാസ് ഹെഡ് എന്ന് പറയുന്നത്. ഇതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന മെഡുസ മിത്ത് എന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇത് ഡീൽ ചെയ്യുന്നത്. മെഡുസ വളരെ ടെറിഫിക്കാണ്, വളരെ ഒരു ടെറർ. എന്തുകൊണ്ടാണ് മെഡുസയോട് ഭയം? പ്രത്യേകിച്ചും പുരുഷന്മാർക്കാണ് ഭയം. കാരണം അവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു കാസ്ട്രേഷൻ കോംപ്ലക്സ് ആണ്. സ്ത്രീ നോക്കുമ്പോൾ സെക്ഷുവാലിറ്റി നഷ്ടമാകുകയും അവൻ സ്റ്റോണായി മാറുകയുമാണ് ചെയ്യുന്നത്. അതായത് അത് മാത്രവുമല്ല, താൻ സ്റ്റോണായി മാറുമ്പോൾ അയാളിലെ സെക്ഷുവാലിറ്റി അവിടെ നഷ്ടമാകുകയാണ്. അപ്പോൾ മെഡുസയുടെ ഹെഡ് എന്ന് പറയുന്നത് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത് കാസ്ട്രേഷൻ ഫാൻറ്റസിയാണ്. അതൊരു ഭയമാണ്. തൻ്റെ സെക്ഷുവാലിറ്റി നഷ്ടമാകുമോ എന്നുള്ള പുരുഷൻ്റെ ഭയത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് മെഡുസ ഹെഡ് എന്ന് ഫ്രോയിഡ് പറയുന്നു. അതായത് ഫീമെയിൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല, അവൻ ഭയക്കുന്ന ഒന്നാണ്. താൻ ഫീമെയിലായി മാറുമോ എന്നുള്ള ഭയമാണ് പുരുഷനുള്ളത്. ഇതാണ് ഫ്രോയിഡ് പറയുന്നത്. നോക്കാം ദ ലോഫ് ഓഫ് ദ മെഡുസയിൽ എന്താണ് സീസസ് പറയുന്നതെന്ന്. ഈ ഒരു എസ്സേ, ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഫ്രഞ്ച് ലാംഗ്വേജിലാണ് ആദ്യം എഴുതിയത്. ഫസ്റ്റ് ടൈറ്റിൽ എന്ന് പറയുന്നത് ലേ റായർ ഡേ ലാ മെഡുസ എന്നാണ്. 1975 ഇത് എഴുതിയത്. പിന്നീട് 1976 പോള കോഹനും കെയ്ത്ത് കോഹനും ചേർന്ന് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ദ ലോഫ് ഓഫ് ദ മെഡുസ എന്ന ടൈറ്റിൽ പബ്ലിഷ് ചെയ്യാണ് ഉണ്ടായത്. ഈ ഒരു എസ്സേയിൽ സീസസ് പറയുന്നത് മെഡുസയുടെ ഹെഡ് എന്ന് പറയുന്നത് ഫ്രോയിഡ് പറയുന്ന പോലെയല്ല. ഇത് സിംബലൈസ് ചെയ്യുന്നത് എന്ത് കാര്യമാണ്? പുരുഷൻ വളരെ വീക്കാണ്. അതായത് ഒരു സ്ത്രീ നോക്കുമ്പോൾ, അല്ലെങ്കിൽ മെഡുസ നോക്കുമ്പോൾ താൻ കല്ലായി മാറുന്നു. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാകുന്നത് പുരുഷൻ ബേസിക്കലി വീക്കാണ്. അൺകോൺഷ്യസ്ലി ഹീ ഈസ് വീക്ക്. അവൻ അറിഞ്ഞോ അറിയാതെയോ ഹീ ഈസ് വീക്ക്. അതായത് ഒരു സ്ത്രീയുടെ സൈറ്റിൽ, നോട്ടത്തിൽ ഒരു പുരുഷൻ ഭയക്കുന്നെങ്കിൽ ഹീ ഈസ് വീക്ക് എന്ന് തന്നെയാണ് സീസസ് മെഡുസാസ് ഹെഡിനെ സിംബലൈസ് ചെയ്ത് പറയുന്നത്. സീസസിനെ സംബന്ധിച്ചിടത്തോളം ബോഡി എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഫെമിനൈൻ ബോഡി എന്ന് പറയുന്നത്, അവൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ്. പണ്ട് സ്ത്രീയുടെ ബോഡി ഇതുവരെയും, അതായത് ഈ ഒരു എസ്സേ എഴുതുന്ന ടൈമിൽ പറയുകയാണ്, ഇതുവരെയും വെസ്റ്റേൺ സൊസൈറ്റിയെക്കുറിച്ചാണ് സീസസ് പറയുന്നത്. അവിടെ സ്ത്രീകളുടെ ശരീരം എന്ന് പറയുന്നത് പാട്രിയാർക്കി, പുരുഷ മേധാവിത്വത്തിൻ്റെ ക്ലച്ചസിലായിരുന്നു. ഇന്ന് സ്ത്രീകളോട് സീസസ് പറയുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്, ടു റൈറ്റ് ഹെർ സെൽഫ്, നീ സ്വയം എഴുതുക. അപ്പോൾ ഇതുവരെ മറ്റൊരാളായിരുന്നു, ആൺ മേധാവിത്വത്തിൻ്റെ കൈകളിലായിരുന്നു നിൻ്റെ ശരീരം എന്ന് പറയുന്നത്. കാരണം അവൻ എഴുതുന്ന എഴുത്തുകളിൽ അവൻ ഇഷ്ടപ്രകാരമാണ് എഴുതുന്നത്. അതല്ലാതെ എന്താണ് ഒരു സ്ത്രീ ചിന്തിക്കുന്നത് അതുപോലെ ആയിരുന്നില്ല സ്ത്രീയെ റൈറ്റിങ്സിൽ പുരുഷന്മാർ എഴുതിയിരുന്നത്, റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ സ്വയം എഴുതുക, നിന്നെക്കുറിച്ച് പറയാൻ നിനക്കേ കഴിയൂ, അതുകൊണ്ട് നീ എഴുതുക. സോ അങ്ങനെ എഴുതുമ്പോൾ റൈറ്റിങ്ങിലൂടെ യു ക്യാൻ ലിബറേറ്റ് യുവർ സെൽഫ്. ഒരു സ്ത്രീക്ക് സ്വയം ഫ്രീ ആകാം സ്വയം എഴുതിയാൽ എന്നാണ് പറയുന്നത്. ഇങ്ങനെ എഴുതുന്ന ഒരു സ്ത്രീ ട്രഡീഷണലായിട്ടുള്ള ഒരു പാട്രിയാർക്കൽ ഹെഡായിട്ടുള്ള ഒരു പുരുഷൻ അയാൾക്കെതിരെയായിരിക്കും അവൾ എഴുതുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് പറയാനുള്ളതും യൂണിവേഴ്സലായിട്ടുള്ള ഒരു വിമൻ സബ്ജക്റ്റ് തന്നെയാണ്. നമുക്കറിയാം, എല്ലാ കാലവും സ്ത്രീകൾ ഇരുട്ടിലാണ്, സ്ത്രീകളെ ഇരുട്ടിലേക്ക് തഴയപ്പെട്ടിരിക്കുകയാണ്.
എന്നാൽ എന്നു മുതലാണോ ഇവർ സ്വയം എക്സ്പ്ലോർ ചെയ്യുന്നത്, അതായത് സ്ത്രീകൾ സ്വയം എക്സ്പ്ലോർ ചെയ്തു തുടങ്ങുന്നത്, അന്നു മുതൽ അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അവരുടെ തന്നെ ഇൻഫിനിറ്റ് റിച്ച്നെസ്സിനെയാണ്. റിച്ച്നെസ് ഓഫ് ദിയർ ഇൻഡിവിജ്വൽ കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്ന, ഓരോരുത്തരിലും അടങ്ങിയിരിക്കുന്ന വൈവിധ്യമാർന്ന കോൺസ്റ്റിറ്റ്യൂഷൻസിനെ, ഘടകങ്ങളെ അവർ കണ്ടെത്തുകയാണ്. അവർ സ്വയം അവരെ തിരിച്ചറിയുന്ന നിമിഷം മുതൽ, പ്രസൻറ്റ് ചെയ്യുന്ന നിമിഷം മുതൽ അവർ ലോകത്തിനെ അറിയിച്ചു കൊടുക്കുകയാണ് അവരുടെ ഇൻഫിനിറ്റ് റിച്ച്നെസ്. നമ്മൾ പറഞ്ഞു ഹോമോജിനസ് അല്ല, വളരെ ഹെറ്ററോജീനസ് ആണ് വിമൻ സെക്ഷുവാലിറ്റി, ഫീമെയിൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് മേഖലകളിൽ സ്ത്രീകൾ എക്സലൻ്റ് ആണ്. പുരുഷൻ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പുരുഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവിനും സ്ത്രീയുടെ അത്രയും സൗന്ദര്യമില്ല. അതായത് ഷീ ഈസ് മോർ ഈസ്തെറ്റിക് ബ്യൂട്ടി. ബ്യൂട്ടി വിൽ നോ ലോങ്ങർ ബി ഫോർബിഡൻ എന്നാണ് കീസസ് പറയുന്നത്. സ്ത്രീകൾ അവരെ തന്നെ അംഗീകരിക്കണമെന്നും അവരുടെ സ്വന്തമായിട്ടുള്ള ആ ഒരു യുണീക്ക് സാമ്രാജ്യം, സ്വന്തം ഡിസ്റ്റിങ്ക്റ്റീവ് എംപയർ അവർ തിരിച്ചറിയണമെന്നും സ്ത്രീകളോട് പറയുകയാണ് കീസസ്. റൈറ്റിംഗ് ഈസ് ഫോർ യു. യു ആർ ഫോർ യു. യുവർ ബോഡി ഈസ് യുവേഴ്സ്. ടേക്ക് ഇറ്റ് എന്നാണ്. മറ്റാർക്കും നിൻ്റെ ബോഡിയിൽ അവകാശമില്ല. അത് നിൻ്റേതാണ്, നിൻ്റേത് മാത്രമാണ്. അതുകൊണ്ട് അതിനെ സബ്ജക്റ്റ് ആക്കുക, അതിനെ യൂസ് ചെയ്യുക ടു റൈറ്റ്. സ്ത്രീകൾ എഴുതിയിരുന്നു, പക്ഷേ വളരെ സീക്രട്ടായി മാത്രം, രഹസ്യമായി മാത്രമേ അവർ എഴുതിയിരുന്നുള്ളൂ. സ്ത്രീകൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ സെക്ഷുവാലിറ്റിയെ സൂചിപ്പിക്കുന്ന, സ്ത്രീത്വത്തെ സൂചിപ്പിക്കുന്ന ഓരോ ടെക്സ്റ്റുകളെയും ഓരോ ലിറ്റററി ഔട്ട്പുട്ട്സിനെയും ആളുകൾ അംഗീകരിച്ചിരുന്നില്ല, പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും പുരുഷന്മാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല എന്ന് സ്ത്രീകൾ തിരിച്ചറിയണം. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ തന്നെ എഴുതണം. പുരുഷന്മാർക്ക് വേണ്ടി എഴുതേണ്ടത് പുരുഷന്മാരുമാണ്. അല്ലാതെ സ്ത്രീകളെക്കുറിച്ച് പുരുഷന്മാരല്ല എഴുതേണ്ടത്. സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് വേൾഡ്, അവരുടേതായിട്ടുള്ള ഒരു സ്വകാര്യ ലോകം തന്നെയുണ്ട്. സ്ത്രീകളെ എന്നും ഫ്രിജിഡിഫൈ ചെയ്തിരിക്കുകയാണ്. ഫ്രിജിഡിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷുവൽ എറോസ്മെൻ്റ് ഉണ്ടാകാൻ കെൽപ്പില്ലാത്തവർ എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് സ്ത്രീകളെ കരുതിയിരിക്കുന്നത്. അവരുടെ ശരീരമെന്ന് പറയുന്നത്, സ്ത്രീ ശരീരമെന്ന് പറയുന്നത് ഇൽമാനേർഡ് ആണെന്നും സ്ത്രീകൾ ഡാർക്കാണെന്നും, അതായത് ആഫ്രിക്ക എന്ന ഡാർക്ക് കോണ്ടിനെൻ്റ് പോലെ അത്രത്തോളം ഡാർക്ക്നെസ് നിറഞ്ഞതാണ് സ്ത്രീ എന്ന് സ്ത്രീയെ വിശ്വസിപ്പിച്ചിരിക്കുകയാണ് പുരുഷൻ. എങ്ങനെയാണ് നമുക്കൊരു ഭീകരതയുണ്ട് അല്ലേ? നമുക്ക് ഡാർക്ക്നെസ് എന്ന് പറയുമ്പോൾ നമ്മളിലൊരു ഹൊററുണ്ട്. എന്നാൽ അതുപോലെ തന്നെയാണ് സ്ത്രീയായി ജനിച്ചത് അല്ലെങ്കിൽ സ്ത്രീത്വം എന്ന് പറയുന്നത് ഒരു ഡാർക്ക് എൻറ്റിറ്റിയാണ് എന്നുള്ള ആ ഒരു മിത്തും സ്ത്രീകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. സ്വയം വെറുക്കാനും സ്വയം തന്നെ ഒരു ശത്രുതാ മനോഭാവം തൻ്റെ ഉള്ളിനോട് തന്നെ ഉണ്ടാവാനും തനിക്കുള്ള ആ ഒരു പവറിനെ തനിക്കെതിരെ തന്നെ യൂസ് ചെയ്യാനും ഒക്കെ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നത് പുരുഷനാണ്. പുരുഷൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ടൂളായാണ്, പുരുഷന്മാരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളാണ് നമ്മൾ എന്ന് സ്വയം സ്ത്രീകൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്. ആൻറ്റി ലവ്, അതിൻ്റെ ഒരു വല്ലാത്ത ഒരു വികൃതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സ്ത്രീകൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് അത് പുരുഷന്മാരുണ്ടാക്കിയ ഒരു കൺസ്ട്രക്ഷനാണ് സ്ത്രീകൾക്കുള്ളിൽ. ആൻറ്റി നാർസിസം, നമുക്കറിയാം നാർസിസം എന്ന് പറഞ്ഞാൽ ലവിങ് വൺ സെൽഫ്, നമ്മളെ തന്നെ അമിതമായി സ്നേഹിക്കുന്നതിനെയാണ് നാർസിസം എന്ന് പറയുന്നത്. ആൻറ്റി നാർസിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് ഇഷ്ടം എന്ന് പറയുന്നത് അവർക്ക് ഇല്ലാത്ത പല സവിശേഷതകളോടുമാണ് ഇഷ്ടം. അങ്ങനെ പുരുഷൻ അങ്ങനെ ആക്കിയിരിക്കുകയാണ്. ഷീ ഈസ് ലവ്ഡ് ഫോർ വാട്ട് വിമൻ ഹാവ് ഇൻ ഗോട്ട്. അവർക്ക് തന്നെ ഇല്ലാത്ത ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്നും കൾച്ചറലി ആണെങ്കിലും സോഷ്യലി ആണെങ്കിലും എന്നും റിപ്രസ്ഡ് ആയിട്ടുള്ള, ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ വളരെയധികം സപ്രഷൻസും ഒപ്രഷൻസും അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. വി ആർ ബ്ലാക്ക് ആൻഡ് വി ആർ ബ്യൂട്ടിഫുൾ. ഇനി മുതൽ സ്ത്രീകളോട് നോ എന്ന് ആരും പറയരുത്. ഇന്നത്തെ പുതിയ സ്ത്രീയെ പഴയ സ്ത്രീകളിൽ നിന്ന് വിമോചിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്. എങ്ങനെയാണ്? അത് ഓൾഡ് വിമൻ ഇൻ ദ സെൻസ് പ്രായം ചെന്ന സ്ത്രീകളെന്നല്ല, പഴയകാല ഇന്നലത്തെ സ്ത്രീകൾ, അതായത് പുരുഷൻ കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ അന്ധമായി വിശ്വസിച്ച് സ്വയം പഴിച്ചു ജീവിക്കുന്ന സ്ത്രീകളിൽ നിന്നും പുതിയ സ്ത്രീകൾ മുന്നോട്ട് വരണം. പുതിയ സ്ത്രീകൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. നമുക്കറിയാം വിമൻ റൈറ്റേഴ്സ് വളരെ കുറവാണ്. ഫെമിനൈൻ റൈറ്റിങ്സ് ഒന്നും തന്നെ നമുക്ക് എടുത്തു പറയാനായിട്ടില്ല.
മാത്രവുമല്ല എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് പുരുഷന്മാർ എഴുതുന്നതും സ്ത്രീകൾ എഴുതുന്നതും ഒരുപോലെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും തന്നെ ഇല്ല എന്ന്. ഇത് തെറ്റായ ഒരു ബിലീഫാണ്. എല്ലാവരും ഇത് ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്യുന്നൊരു കാര്യമാണ്. പുരുഷന്മാരുടെ എഴുത്തുകളിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? സ്ത്രീകളെ ഒരു ക്ലാസിക്കലായിട്ടുള്ളൊരു കോൺസെപ്ച്വൽ ഫ്രെയിം വർക്കിലാണ് നിർത്തിയിരിക്കുന്നത്. സ്ത്രീകളെ വളരെ വളരെ ഡ്രീമി ആയിട്ടുള്ള, വളരെ സെൻസിറ്റീവായ കഥാപാത്രങ്ങളായിട്ടാണ് സ്ത്രീകളെ ഡെപ്പിക്റ്റ് ചെയ്യാറ്. റൈറ്റിംഗ് എന്ന് പറയുന്നത് ബോത്ത് കൾച്ചറലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും ഒരു മെയിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പുരുഷൻ നയിക്കുന്ന ഒരു ഇക്കണോമിയാണ് ലീഡ് ചെയ്യുന്നത്. സെക്ഷൽ ഡിഫറൻസ് മനസ്സിലാക്കണം. എന്നാൽ പുരുഷന്മാരുടെ റൈറ്റിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സെക്ഷൽ ഒപ്പോസിഷനാണ്, ഒരിക്കലും സെക്ഷൽ ഡിഫറൻസ് അല്ല. സ്ത്രീകളെ ഒപ്രസ് ചെയ്യുകയും പുരുഷന്മാരെ സെൻറ്ററിൽ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഒട്ടുമിക്ക മെജോറിറ്റി ആയിട്ടുള്ള മെയിൽ റൈറ്റേഴ്സും കാണിക്കാറുള്ളത്. ഫിക്ഷൻ, എസ്പെഷ്യലി നോവൽസിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീകളുടെ ഒറിജിനാലിറ്റിയെ ഹൈഡ് ചെയ്യുന്ന തരത്തിലാണ്. പിന്നെയും പോയംസിൽ നമുക്ക് കാണാൻ കഴിയും കുറച്ചൊക്കെയും സ്ത്രീകളുടെ റിയാലിറ്റിയോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നത് പോയംസാണ്. എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം, ചേഞ്ച് എന്ന് പറയുന്ന ഒന്ന്, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒന്ന് കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ടൂൾ എന്ന് പറയുന്നത് എഴുത്തുകളാണ്, റൈറ്റിംഗ് ആണ്. പക്ഷേ മനസ്സിലാക്കുന്നില്ല നമ്മൾ. ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് എഴുതി വായനക്കാരൻ്റെ ഉള്ളിൽ സ്ത്രീ ഇങ്ങനെയുള്ള കുറച്ച് ലിമിറ്റേഷൻസിനും ഇങ്ങനെയുള്ള ചില കൺഫൈൻമെൻറ്റ്സിനും അകത്തേക്കാക്കി നിർത്തി ഒരു ഡെഫിനിഷൻ, ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് മീനിങ്സ് ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് സ്ത്രീകൾക്ക്. ഇത് മാറണം. അതായത് മാറ്റമെന്ന് പറയുന്നത് നടത്താൻ കഴിയുന്നത് എഴുത്തുകളിലൂടെ മാത്രമാണ്. സ്ത്രീകളെ എന്നും സൈലൻസ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അത് സൈലൻസിൻ്റെ ഒരു പ്രതിരൂപമായ, ഒരു സിനണിമായിട്ടാണ് സ്ത്രീകളെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. റൈറ്റിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും, റൈറ്റിംഗ് എന്ന് പറയുന്നത് പ്യുവർലി ഫാലോസെൻട്രിസമാണ്. അതായത് മെയിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള, മെയിൽ സെക്ഷുവാലിറ്റിയെ, മെയിൽ ഡോമിനൻസിനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു വിഭാഗമാണ് എഴുത്ത് എന്ന് പറയുന്നത്, ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതായത് ഈ മെയിൽ സെൻട്രിസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്, ദേ ആർ സെൽഫ് അഡ്മയറിങ്, സ്വയം അഡ്മയർ ചെയ്യുകയാണ്, സ്വയം സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ സെൽഫ് കൺഗ്രാജുലേറ്റിങ്ങുമാണ്. തന്നെപ്പോലെ തന്നെ ഇതുപോലെ തന്നെയുള്ള ഒരു സെക്ഷുവാലിറ്റി ഉള്ള ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് സ്ത്രീ എന്നുള്ളത് മനസ്സിലാക്കാതെ സ്വയം അഡ്മയർ ചെയ്യുന്ന ഫാലോസെൻട്രിക് ട്രഡീഷനാണ് റൈറ്റിംഗ് ഫോളോ ചെയ്തു വരുന്നത്. എന്നാൽ ചില റൈറ്റേഴ്സ്, പ്രത്യേകിച്ചും പോയിറ്റ്സാണ്, നോവലിസ്റ്റുകളല്ല, അവർ വളരെ ശക്തരായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ അവർ കാണിച്ചിട്ടുണ്ട്. ഇമ്പോസിബിൾ സബ്ജക്റ്റ് എന്നാണ് പറയുന്നത്, അൺടീനബിൾ ഇൻ റിയൽ സോഷ്യൽ ഫ്രെയിം വർക്ക്. നമുക്കതൊരു ഒട്ടും ഒരു റിയാലിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിൽ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകളെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള സ്ത്രീകൾ വരണം, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരണം. അങ്ങനെയാണെങ്കിൽ അവയ്ക്ക് വളരെ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള റെവല്യൂഷൻ തന്നെ കൊണ്ടുവരാൻ കെൽപ്പുണ്ടാവും ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ റൈറ്റേഴ്സ് കൊണ്ടുവന്നാൽ. അതുകൊണ്ട് സ്ത്രീകൾ റൈറ്റിംഗ്, അവരുടേതായിട്ടുള്ള ഒരു റൈറ്റിംഗ് ഇൻവെൻറ്റ് ചെയ്യണം, സൃഷ്ടിക്കണം. ഹെറോൺ റൈറ്റിംഗ്, ഇങ്ങനെയുള്ള റൈറ്റിങ്ങിനെ ഒരു ന്യൂ ഇൻസേർജൻ റൈറ്റിംഗ് എന്ന് നമുക്ക് വിളിക്കാം. അതായത് റപ്ചർ ആൻഡ് ചേഞ്ച് ഇൻ ഹെർ ഹിസ്റ്ററി. തൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളെ പുരുഷന്മാർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിനെ മുഴുവനായും പൊളിച്ചെഴുതുക. റപ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളിച്ചെഴുത്ത്. അപ്പോൾ ആ ഒരു പൊളിച്ചെഴുത്ത് നടത്തി പുതുതായി എന്താണ് സ്ത്രീ, എന്താണ് റിയാലിറ്റി, എന്താണ് ദി ഒറിജിനൽ വേർഷൻ ഓഫ് ഹെർ, ഇത് കാണിക്കാൻ അവൾക്ക് കഴിയും ത്രൂ ദിസ് ന്യൂ ഇൻസേർജൻറ്റ് റൈറ്റിംഗ്. ഈ റൈറ്റിങ്ങിന് 2 ലെവൽസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ലെവലാണ്. റൈറ്റ് യുവർ സെൽഫ്, യുവർ ബോഡി മസ്റ്റ് ബി ഹേർഡ്. നീ സ്വയം എഴുതുക, നിൻ്റെ ശരീരത്തെ ലോകം അറിയണം എന്നാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇപ്പോൾ അവളുടെ ബോഡി എന്ന് പറയുന്നത് മറ്റൊരാളുടെ കൈകളിലാണ്. അതായത് മറ്റൊരു റൈറ്റർ എങ്ങനെയാണോ ഒരു മെയിൽ റൈറ്റർ അവളെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്, അതുപോലെയാണ് റീഡേഴ്സ്, വായനക്കാരനും ശരിയായിരിക്കാം, ആ സ്ത്രീ അങ്ങനെ ആയിരിക്കാം എന്നാണ്. പക്ഷേ ഇന്ന് സ്ത്രീ തന്നെ അവളെക്കുറിച്ച് എഴുതുമ്പോൾ, അവൾ തന്നെ അവളെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ലോകത്തിന് മനസ്സിലാകും യഥാർത്ഥമായും അവൾ എങ്ങനെയാണ്, എന്താണ്, അവൾക്കുള്ളിൽ എന്താണ് എന്നുള്ളത്. അൺകോൺഷ്യസിൻ്റെ ഏറ്റവും നല്ല റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ കഴിയും സ്ത്രീ എഴുതുമ്പോൾ, പെണ്ണെഴുത്തുകളിൽ. പഴയ
ഗെയിം, അതായത് പഴയ ഓൾഡ് റൂൾസൊക്കെ മാറേണ്ടിയിരിക്കുന്നു. റൈറ്റിങ്ങിൻ്റെ റൂൾസൊക്കെ മാറേണ്ട സമയമായിരിക്കുന്നു. സ്ത്രീയും അവളുടെ സെക്ഷുവാലിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ അത് ഡീസെൻസേർഡ് ആയിരിക്കണം. ഒട്ടും കലർപ്പില്ലാതെ പച്ചയായി അത് കാണിക്കാൻ കഴിയണം. അതിൻ്റെ ആക്ച്വലൈസേഷൻ ആയിരിക്കണം ഈ വിമൻ റൈറ്റിങ്ങിലൊക്കെയും വേണ്ടത്. ഇങ്ങനെ എഴുതുമ്പോൾ സ്ത്രീയെക്കുറിച്ച് എഴുതുമ്പോൾ അവൾക്ക് തന്നെ ഒരു സ്ട്രെങ്ത്, ഒരു ശക്തി വന്നു ചേരുകയാണ്. അവൾക്ക് ഒരു സന്തോഷവും അഭിമാനവും അവളുടെ തന്നെ ശരീരത്തിൻ്റെ ഒരു ടെറിറ്ററി, അവളുടെ ആയിട്ടുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു ടെറിറ്ററിയും അവൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നും പറയുന്നുണ്ട്. പുരുഷന്മാർ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു സൂപ്പർ ഈഗോയിസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറുണ്ട്. അവിടെ സ്ത്രീയുടെ റോൾ എന്ന് പറയുന്നത് കുറ്റബോധമാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സിനോണിം തന്നെ കുറ്റബോധം, സൈലൻസ്, ഇങ്ങനെയൊക്കെയുള്ള വളരെ ദുർബലമായിട്ടുള്ള ആട്രിബ്യൂഷൻസ് ആണ് സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്വന്തമായി ഒരു ടെക്സ്റ്റ് ഇൻവെൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് ഇൻവെൻറ്റ് ചെയ്ത് അതിലൂടെ സംസാരിക്കാൻ സ്ത്രീ പഠിക്കണം. സ്വന്തം കഥ പറയാൻ, സ്വന്തം കാര്യങ്ങൾ പറയാൻ സ്ത്രീ പഠിക്കണം. അങ്ങനെ തെറ്റായ ഫോൾസ് വിമനെ കൊല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിൽ ദ ഫോൾസ് വിമൻ എന്നാണ്. കാരണം എന്താണ്? ഫോൾസ് വിമൻ ക്യാൻ ഇൻഹിബിറ്റ് അസ് ഫ്രം ബ്രീതിങ്. ഒന്ന് ശ്വാസം വിടാൻ പോലും അനുവദിക്കാതെ നമ്മളെ തടഞ്ഞു വെക്കുന്ന ഒരു ഫോൾസ് വിമൻഹുഡിനെ നമ്മൾ കളയണം. ശരീരമില്ലാത്ത, കേൾക്കാത്ത, അന്ധമായിട്ടുള്ള ഒരു ഫോൾസ് വിമനെ നമുക്ക് ആവശ്യമില്ല. ഒരിക്കലും അവൾക്ക് നല്ല ഒരു ഫൈറ്റർ ആകാൻ കഴിയും. പവർഫുൾ എന്ന് സ്വയം കരുതുന്ന വളരെ ഡോമിനൻ്റ് ആയിട്ടുള്ള പുരുഷന്മാരുടെ അടിമയാണ് ഈ ഫോൾസ് വിമൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബി ദ ഹോൾ വിമൻ, പൂർണ്ണയായ ഒരു സ്ത്രീയാകുക. സ്ത്രീയുടെ ചരിത്രം എന്ന് പറയുന്നത് സപ്രസ്ഡ് ആണ്. ഒട്ടും അത് പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ട് കഥകൾ എഴുതുക, കഥകൾ പറയുക, പബ്ലിക്കിൻ്റെ മുമ്പിൽ സംസാരിക്കുക. ആ സംസാരിക്കാൻ കഴിയുന്നത്, ഒരു സ്ത്രീ അങ്ങനെ സംസാരിച്ചാൽ അതൊരു വലിയ തെറ്റാകും എന്നാണ് സൊസൈറ്റി ധരിച്ചിരിക്കുന്നത്. അതായത് മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം പുരുഷന്മാരുടെ ശബ്ദത്തിലൂടെ കേൾക്കാനാണ്, സ്ത്രീകളെ കേൾക്കാനാണ് ഇഷ്ടം. അല്ലാതെ സ്ത്രീകളുടെ ശബ്ദത്തിലൂടെ, സ്ത്രീകളുടെ തൂലികയിലൂടെ, സ്ത്രീകളുടെ നാവിലൂടെ സ്ത്രീകളെ അറിയാൻ താല്പര്യമില്ല. സംസാരം എന്ന് പറയുന്നത്, സ്പീച്ച് എന്ന് പറയുന്നത്, അതും പുരുഷന്മാരാണ് ഭരിക്കുന്നത്. എഴുതുമ്പോഴോ അവിടെ എഴുതുന്നതിലൂടെ ഈ ഒരു സ്പീച്ചിനെ സ്ത്രീകൾക്ക് ചാലഞ്ച് ചെയ്യാൻ കഴിയും. വിമൻഹുഡിന് പുതിയ അർത്ഥതലങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. സൈലൻസിനല്ല, വോയിസിനാണ് പ്രാധാന്യം വരുന്നത്. അതുകൊണ്ട് മാർജിനിൽ നിന്ന് മാറി സെൻറ്ററിലേക്ക് വരാൻ ഉള്ള സമയമായിരിക്കുകയാണ് സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള എഴുത്തുകളിലൂടെ. പബ്ലിക് സ്പീക്കിംഗ്, ഒരു പബ്ലിക് സ്റ്റേജിൽ ഒരു സ്ത്രീ സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം, അവൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൾക്ക് അവളെക്കുറിച്ച് പറയാൻ ഒരു വേദി കൊടുത്താൽ അവൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവളുടെ ശരീരങ്ങൾ അതിനോടൊപ്പം അവൾ മുന്നോട്ടായാറുണ്ട്, അവൾ കൈകൾ ചലിപ്പിക്കാറുണ്ട്. എല്ലാത്തിലും നമുക്ക് കാണാം, അവളുടെ ബോഡിലി ആക്ഷൻസിലൊക്കെയും അവളുടെ കഥകളുടെ ഒരു പങ്ക്, എന്തോ ഒരു പിന്താങ്ങൽ കൂടെ അവളുടെ ശരീരം നടത്തുന്നതായി നമുക്ക് കാണാം. അവളുടെ ആക്ഷൻസിൽ, അവളുടെ മാനറിസംസിൽ ഒക്കെയും സ്റ്റോറി കിടപ്പുണ്ട്. ബോഡിയും അക്കമ്പനി ചെയ്യുകയാണ്, ആ കഥ പറച്ചിലിൽ ഏർപ്പെടുകയാണ് ബോഡിയും. അതുകൊണ്ട് സ്പീച്ച് ഒരു സ്ത്രീയുടെ സംസാരത്തിൻ്റെ ലോജിക്കുമായി വളരെയധികം ഇഴുകിച്ചേർന്നിരിക്കുകയാണ് അവളുടെ ബോഡി. ഹെർ ഫ്ലഷ് സ്പീക്സ് ട്രൂ, അവളുടെ മാംസം സത്യമാണ് പറയുന്നത്. ഷീ ലേസ് ഹെർസെൽഫ് ബെയർ, വളരെ പച്ചയായാണ് സംസാരിക്കുന്നത്. ഷീ ഫിസിക്കലി മെറ്റീരിയലൈസേഴ്സ് വാട്ട് ഷീ ഈസ് തിങ്കിങ്, എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അതാണ് അവൾ പറയുന്നത്, അതാണ് അവൾ എഴുതുന്നത്, ഒരു സെൻസറിങ്ങുമില്ലാതെ. അതുകൊണ്ട് അവളുടെ ശരീരം എന്ന് പറയുന്നത് മറ്റൊന്നിനെയുമല്ല സിഗ്നിഫൈ ചെയ്യുന്നത്, അവളുടെ തന്നെ ചിന്തകളെയാണ് അതെടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ സ്പീച്ച് ഒരിക്കലും ഒരു ഒബ്ജക്റ്റിഫൈഡ് അല്ല, പ്യുവർലി സബ്ജക്റ്റീവാണ്. അവളുടെ കഥ, എൻ്റെ കഥ എന്ന് പറയുന്നത് എൻ്റെ മാത്രം കഥയാണ്, അത് എൻ്റെ ഒറിജിനലായി എൻ്റെ കഥ തന്നെയാണ്. നോൺ ലീനിയർ, പല രീതിയിൽ പല ആശയങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പല ഇൻട്രസ്റ്റ്, പല ഡ്രൈവ്സ്, പല ഏർജസ് ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതൊരിക്കലും നോൺ ലീനിയർ അല്ല, ആൻഡ് നോട്ട് സിമ്പിൾ, വളരെ കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എനിക്ക് പറയേണ്ടതായും ഉണ്ട്. പിന്നെ കീക്സസ് പറയുന്നത് സ്ത്രീയുടെ സ്പീച്ച്
സംഭാഷണം എന്ന് പറയുന്നത് അതിനൊരു മ്യൂസിക്കാലിറ്റി ഉണ്ട്, അതിനൊരു സംഗീതാത്മകതയുണ്ട്, ആ സംഗീതത്തിന് ഒരു പവറുണ്ട്. നമുക്കറിയാം സ്നേഹത്തിൻ്റെ ആദ്യത്തെ ശബ്ദം എന്ന് പറയുന്നത് സ്ത്രീയുടെയാണ്, മദർഹുഡിൻ്റെയാണ് അല്ലേ, താരാട്ടിൻ്റെയാണ്. മദേഴ്സ് മിൽക്ക് എന്ന ആശയത്തിൽ നിന്നാണ് ഷീ റൈറ്റ്സ് ഇൻ വൈറ്റ് ഇങ്ക് എന്ന് പറയുന്നത്. വിമൻ റൈറ്റ്സ് ഫോർ വിമൻ, ഫോർ എവ്രി വിമൻ ദർ ഈസ് ആൻ അതർ വിമൻ. മറ്റൊരു സ്ത്രീ, ഒരു സ്ത്രീ എന്ന് പറയുന്നത് മറ്റൊരു സ്ത്രീക്കുള്ള സോഴ്സാണ്. നമുക്കറിയാം ഒരു മദർ, അവരുടെ ഡോട്ടർ, അവർ വീണ്ടും പ്രോജനി അവർക്കുണ്ടാവുന്നു. അതുപോലെ സിസ്റ്റേഴ്സ്, ഇങ്ങനെ വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധങ്ങൾ സ്ത്രീകൾ തമ്മിലും ഉണ്ട്. മദർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവളെ തന്നെ സ്വയവും അവളിൽ നിന്നുണ്ടാവുന്ന, അവളുടെ ബോഡിയിൽ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു ഓഫ് സ്പ്രിങ്ങിനെയും ആ ഒരു കുഞ്ഞിനെയും അവൾ സ്നേഹിക്കുകയാണ്. സ്ത്രീകളുടെ കഥകൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, സ്ത്രീകൾ കഥകൾ പറയുമ്പോൾ അത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള തലത്തിലുള്ള സോഷ്യൽ ചേഞ്ചസിന് കാരണമാകാൻ കെൽപ്പുള്ളവയാണ് ഇവയൊക്കെ. പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കാനും പല ചരിത്രങ്ങളുമായി കൂടിച്ചേരാനും കഴിവുണ്ട് ഈ കഥകൾക്ക്. ഒരു വ്യക്തിയുടെ ഹിസ്റ്ററി, ഒരു പെൺകുട്ടിയുടെ ചരിത്രം അവൾ പറയുമ്പോൾ അത് ഒരുപാട് സ്ത്രീകളുടെ, ഒരുപാട് പെൺകുട്ടികളുടെ ചരിത്രവുമായി അത് ചേരും. പിന്നെ ദേശത്തിൻ്റെ ചരിത്രവുമായി ചേരും. അങ്ങനെ ലോക ചരിത്രമായി തീരും. ഇങ്ങനെ ഒരു വലിയ ഒരു ഇൻ്റർസെക്ഷൻ, ഒരു സമ്മേളനം തന്നെ നമുക്ക് കാണാൻ കഴിയും പെണ്ണെഴുത്തുകളിൽ. അങ്ങനെ ഒരു ലിബറേഷൻ്റെ, ഒരു വലിയ ഇൻഡിപെൻഡൻസിൻ്റെ, ഫ്രീഡത്തിൻ്റെ ഒക്കെയും ഒരു മിലിറ്റൻ്റ് ഫോഴ്സായി നമുക്ക് സ്ത്രീയെ കൊണ്ടുവരാൻ കഴിയും. മനുഷ്യബന്ധങ്ങളിൽ തന്നെ പുതിയ മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരാൻ വിമൻ റൈറ്റിങ്സിന് കഴിയും. ക്ലാസ് സ്ട്രഗിൾസിനെ മാത്രമല്ല, മറിച്ച് ഈ ക്ലാസ് സ്ട്രഗിൾസിന് പലതരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കി പലതരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും പെണ്ണെഴുത്തുകൾക്ക് കഴിയും. ഒന്നിൽ മാത്രമല്ല, ഒരു വലിയ പ്രശ്നം, ഒരൊറ്റ പ്രശ്നം മാത്രമല്ല, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ അതുമായി അസോസിയേറ്റ് ചെയ്ത് പലതരത്തിലുള്ള വിഷയങ്ങളെ, പലതരത്തിലുള്ള അടിച്ചമർത്തലുകളെ ഒഴിവാക്കാനും തകർക്കാനും ഈ പെണ്ണെഴുത്തുകൾക്ക് കെൽപ്പുണ്ടെന്ന് കീക്സസ് പറയുന്നു. പുരുഷൻ്റെ ഇടുങ്ങിയ ഇമാജിനേഷനും അപ്പുറം പുതിയൊരു ചരിത്രമാണ് ഈ ഫെമിനൈൻ റൈറ്റിങ്ങിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. വളരെ പാടാണ് ഫെമിനൈൻ റൈറ്റിങ്ങിനെ ഡിഫൈൻ ചെയ്യുക എന്നത്. ഒരിക്കലും നമുക്ക് ഒരു സ്ഥലത്തേക്ക് മാത്രം എൻക്ലോസ് ചെയ്ത് വെക്കാനോ തിയറൈസ് ചെയ്യാനും ഒക്കെ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടേം തന്നെയാണ് ഫെമിനൈൻ റൈറ്റിംഗ് എന്ന് കീക്സസ് പറയുന്നു. മെയിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിൻ്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചർച്ചകൾക്കും അപ്പുറമാണ് വളരെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വിൻഡോസ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പവർ വിമൻസ് ഫെമിനൈൻ റൈറ്റിങ്ങിനുണ്ട്. വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ വില്ലിംഗ് ആയിട്ടുള്ള ആളുകൾക്കും സെൻറ്ററിൽ മറ്റാരുടെയും അതോറിറ്റിയിൽ ഞങ്ങൾ വീടില്ല, മറ്റാരുടെയും നിയന്ത്രണത്തിലല്ല ഞങ്ങളുടെ ജീവിതം എന്നും സ്വയം ബോധ്യമുള്ളവർക്കും വേണ്ടിയാണ് ഈ ഫെമിനൈൻ റൈറ്റിംഗ് നിലകൊള്ളുന്നത്. ഈ ഒരു ആശയത്തിന് തന്നെ, അതായത് സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു ആശയത്തിന് തന്നെ ഒരു ഫോം കൊണ്ടുവരാൻ, ഒരു രൂപം കൊണ്ടുവരാൻ ഈ വിമൻസ് റൈറ്റിങ്ങിന് കഴിയും. സ്ത്രീ എഴുതാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് സെക്ഷൽ ഓപ്പോസിഷൻ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഓപ്പോസിഷൻ നടത്തുന്നത് പുരുഷന്മാരാണ്. അത് നിയമത്തിലാണ് സെക്ഷൽ ഓപ്പോസിഷൻ വരുന്നത്. സെക്ഷൽ ഡിഫറൻസസിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പുരുഷൻ എഴുതുന്നത് വേറെ, സ്ത്രീ എഴുതുന്നത് വേറെ, രണ്ടുപേരുടെ സെക്ഷുവാലിറ്റിയും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ആ ഡിഫറൻസസിനെ നമ്മൾ എന്ത് ചെയ്യുക, കോംപ്ലിമെൻ്ററി ആയി കണ്ട് മനസ്സിലാക്കുക. രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആണ്, ഡിഫറെൻ്റ് എൻറ്റിറ്റീസ് ആണ് എന്നുള്ള കാര്യം. ഇത് മനസ്സിലാക്കാതെ ഒരു സെക്ഷുവാലിറ്റി മാത്രം താഴെയും മറ്റൊരു ജെൻഡർ അതിന് മുകളിലുമാണ് എന്ന് കരുതുന്നത് തെറ്റാണ്. ഇത് തികച്ചും പുരുഷ നിർമ്മിതമായിട്ടുള്ള ഒരു നിയമമാണ്. നിയമം അനുസരിച്ചിട്ട് നിൽക്കുന്ന ഒരു പൊള്ളത്തരമാണിത്. ഇതൊരു ലിമിറ്റാണ്, ഒരു സോഷ്യോ കൾച്ചറൽ ലിമിറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫെമിനിറ്റിയുടെ ഇഫക്ട്സ്, അതായത് ഫെമിനിറ്റി എന്ന് പറയുന്നത്, സ്ത്രീത്വം എന്ന് പറയുന്നതിൻ്റെ ഇഫക്ട്സ് ആർക്കും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. പല റൈറ്റേഴ്സും എസ്പെഷ്യലി ക്രിറ്റിക്സും അവർക്കറിയില്ല ഫെമിനിറ്റിയും മസ്കുലിനിറ്റിയും രണ്ടും രണ്ടാണെന്നുള്ള കാര്യം. സെക്ഷൽ ഡിഫറൻസസ് ഉണ്ട് എന്നുള്ള സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. റൈറ്റിംഗ് എന്ന് പറയുന്നത് മസ്കുലൈൻ വേറെ, ഫെമിനൈൻ വേറെ, അങ്ങനെ തന്നെ നമ്മൾ കാണണം.
സ്ത്രീ അവളുടെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പുരുഷൻ അവൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നു. ബൈസെക്ഷുവാലിറ്റി എന്ന് പറയുന്നതിനെ ന്യൂട്രലായിട്ടാണ്, അതായത് വളരെ ന്യൂട്രലായിട്ടാണ് കാണുന്നത്. ഒരു ഹോൾ യൂണിറ്റി ഒരുപോലെയാണ്, പുരുഷനും സ്ത്രീയും ഒരുപോലെയാണ്. ഇതെന്ന് പറയുന്നത് കാസ്ട്രേഷൻ ഫിയറിലേക്ക് വീണ്ടും തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അതായത് ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ തന്നിലൊരു സ്ത്രൈണതയുണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കാൻ പുരുഷൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു ബൈസെക്ഷുവാലിറ്റി, ന്യൂ ബൈസെക്ഷുവാലിറ്റി വരണം. രണ്ട് സെക്സസിനെയും തുല്യമായി കൺസിഡർ ചെയ്യണം. ഇതാണ് കൺസിഡറേഷനാണ് വേണ്ടത്. രണ്ട് സെക്സസും ഡിഫറൻ്റ് ആണെന്ന് മനസ്സിലാക്കി രണ്ടിനെയും കൺസിഡർ ചെയ്യണം. സ്ത്രീ എന്നത് ബൈസെക്ഷലായി നിന്ന് പുരുഷനും സ്ത്രീക്കും വേണ്ടി എഴുതാം. പക്ഷേ പുരുഷൻ, അയാൾക്ക് മസ്കുലിനിറ്റി നഷ്ടപ്പെടാൻ അയാൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ബൈസെക്ഷുവാലിറ്റിയിലെ ഫെമിനിറ്റി അയാൾ അംഗീകരിക്കുകയുമില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, ബൈസെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നല്ല, ഇത് ഓരോന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഡിഫറെൻറ്റ് ഡിസയേഴ്സാണുള്ളത്. ഓരോ സെക്സിനും അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള തനതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. വാറ്റിക് സെക്ഷുവാലിറ്റി എന്നൊന്നുണ്ട്. അതായത് പലതരത്തിലുള്ള ഓപ്പോസിഷൻസിനെയും അവഗണിക്കുന്ന ഒന്നാണ് വാറ്റിക് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഡാർക്ക് കോണ്ടിനെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അൺഎക്സ്പ്ലോറബിൾ ആയിട്ടുള്ള ഒന്നല്ല, ആർക്കും കണ്ടെത്താൻ കഴിയാത്തതായിട്ടുള്ള ഒന്നൊന്നുമല്ല. പക്ഷേ നമ്മളെ എല്ലാവരും പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ് വൈറ്റ് ആണ് നല്ലത് എന്നുള്ളത്. നമ്മൾ എഴുതുക, സ്ത്രീകളോട് പറയാണ് വി ആർ ഗോയിങ് ടു ഷോ ദം അവർ സെക്സ്. കണ്ടോ? അതായത് നമ്മളുടെ സെക്ഷുവാലിറ്റി നമ്മൾ കാണിക്കുന്ന, നമ്മുടെ ബോഡിയെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന നമ്മുടെ ടെക്സ്റ്റ്സ്, അതിനെയാണ് സെക്സ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. വിമൻ ആർൻറ്റ് മെൻ. ഒരിക്കലും സ്ത്രീകൾക്ക് പുരുഷന്മാരാകാൻ കഴിയില്ല. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാൻ അവർക്ക് മടിയാണ്. ഒന്ന് മരണത്തെയും മറ്റൊന്ന് ഫെമിനിറ്റിയെയും. അവർക്ക് ഫെമിനിറ്റിയെ ഭയമാണ്. അതാണ് കാര്യം. ഫെമിനൈൻ റൈറ്റിങ്ങിൻ്റെ പല ഏരിയാസും, സ്ത്രീകളുടെ പല ഏരിയാസും, സ്ത്രീകളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ആരും എഴുതിയിട്ടില്ല. കോംപ്ലക്സ് ആയിട്ടുള്ള സെക്ഷുവാലിറ്റി, അവളുടെ ഇറോട്ടിക് സൈഡ്, ഇതൊന്നും തന്നെ ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇത് ചർച്ച ചെയ്യാൻ കെൽപ്പുള്ളത് സ്ത്രീകൾക്ക് മാത്രമാണ് എന്നുള്ള സത്യം സ്ത്രീകൾ തന്നെ തിരിച്ചറിയണമെന്നാണ് കീക്സസ് പറയുന്നത്. ഇതൊരിക്കലും സ്ത്രീകൾ എഴുതുന്നത് ഒരിക്കലും ഒരു വിധിയെ തേടിയല്ല, മറിച്ച് പുതിയ അഡ്വഞ്ചേഴ്സിനെ കുറിച്ച്, പുതിയ ഉണർവുകളെക്കുറിച്ച്, നവോത്ഥാനത്തെക്കുറിച്ച് ഒക്കെയും തേടലാണ് ഈ ഒരു റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് മീനിങ്സ്, പല ഡിറക്ഷൻസിലേക്ക് ഫ്ലോ ചെയ്യുന്ന ഡിഫറെൻറ്റ് മീനിങ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു കെൽപ്പ് സ്ത്രീകളുടെ ശരീരത്തിനുണ്ട് എന്നും പറയുന്നു. എന്നാൽ സ്ത്രീകളെ അവരുടെ തന്നെ ശരീരത്തിൽ നിന്നും എങ്ങോട്ടെങ്കിലുമൊക്കെ ഓടി ഒളിക്കാനോ തന്നെ വെറുത്തിട്ട് അല്ലെങ്കിൽ തന്നെ സ്വയം മനസ്സിലാക്കാതെ മറ്റൊരു സെക്സിനെ, അതായത് പുരുഷനെ സ്നേഹിക്കാനെന്നുള്ള ഒരു രീതിയിലേക്ക് സ്ത്രീയെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുകയാണ് ഈ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി. അതുകൊണ്ട് തൻ്റെ ബോഡീസ്, സ്ത്രീകൾ അവരുടെ ബോഡീസ് യൂസ് ചെയ്ത് എഴുതുക. റിസർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള, ചുരുങ്ങിയ, ലിമിറ്റഡ് ആയിട്ടുള്ള ഡിസ്കോഴ്സിൽ നിന്നും ഉയർന്നു പോകുക. സ്ത്രീകൾക്ക് ചാബല്യമുണ്ട്, ഫ്രെജിലിറ്റി ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ അത് പവർഫുൾ ഫ്രെജിലിറ്റിയാണ്. അവളുടെ ദൗർബല്യത്തിന് ഒരു ശക്തിയുണ്ട്, അതിന് ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റാത്തത്ര തീവ്രതയുണ്ട് എന്ന് മനസ്സിലാക്കുക. സ്ത്രീകളെന്ന് പറയുന്നത് ശരീരം തന്നെയാണ്, സ്ത്രീയുടെ ശരീരം തന്നെയാണ്. പുരുഷന്മാരുടെ ലാംഗ്വേജിനോ പുരുഷന്മാരുടെ ഗ്രാമറിനോ ഒരിക്കലും സ്ത്രീയെയോ സ്ത്രീ ശരീരത്തെയോ സ്ത്രീ സെക്ഷുവാലിറ്റിയെയോ അതിൻ്റെ റിയൽ ഒറിജിനാലിറ്റിയിൽ, റിയൽ നേച്ചറിൽ ഡെപിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പുരുഷന്മാർ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഡിസ്കോഴ്സുകളിൽ നിന്നും, വിതിൻ ആ ഡിസ്കോഴ്സിൻ്റെ ഫ്രെയിം വർക്കുകളിൽ നിന്നും സ്ത്രീകൾ പുറത്തേക്ക് വരണമെന്ന് കീക്സസ് പറയുന്നു. ഒരിക്കലും ലീഡർഷിപ്പ് നേടാനോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാനോ ഒന്നുമല്ല, പക്ഷെ പറക്കാൻ, ഫ്രീ ആയി ഫ്ലൈ ചെയ്യാൻ. ഫ്ലൈയിങ് എന്ന് പറയുന്നത് അത് സ്ത്രീയുടെ ഒരു ജെസ്റ്ററാണ്, സ്ത്രീയുടെ ഒരു ആംഗ്യമാണ് ഫ്ലൈയിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫെമിനൈൻ ടെക്സ്റ്റുകൾക്ക് ഒരു വോൾക്കാനിക് ഇഫക്റ്റ് ഉണ്ട് എന്നും കീക്സസ് ചൂണ്ടിക്കാണിക്കുകയാണ്. പുരുഷൻ എന്നും അവൻ്റെ കിരീടത്തെ, അവൻ്റെ സ്ഥാനത്തെ, അവൻ്റെ ലീഡർഷിപ്പിനെ എന്നും പരിപാലിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ എന്തു ചെയ്താലും അതിന് വിള്ളലുണ്ടാകുന്ന ഒരു കാര്യവും പുരുഷൻ ചെയ്യില്ല. എന്നാൽ സ്ത്രീക്കോ ഇങ്ങനെ ഒരു ഭയവുമില്ല. നോ ഫിയർ ഓഫ് ലാക്കിംഗ്,
ഒരു തരത്തിലും ഒന്നും നഷ്ടമാകും എന്നൊരു ചിന്ത സ്ത്രീക്കില്ല. കാസ്ട്രേഷൻ ഫിയറുമില്ല. പുരുഷന് അതാണ്, പുരുഷൻ്റെ മെയിൽ സെക്സ് ഓർഗൻ അവന് നഷ്ടപ്പെടുക എന്നുള്ള അവസ്ഥ എന്ന് പറയുന്നത് അവന് മരണതുല്യമാണ്. അതുപോലെ തന്നെയാണ് ആ ഒരു മെയിൽ സെക്സ് ഓർഗനെയാണ് ഇവിടെ പവറുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആ ഒരു പവർ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിലാണ് പുരുഷനെങ്കിൽ സ്ത്രീക്ക് അങ്ങനെ ഒരു ഭയമില്ല. ലക്കാനിയൻ തിയറിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇവിടെ കീക്സസ് പറയുന്നത്. അവളുടെ പേര് അവൾക്ക് സ്വന്തമാണ്, അതുപോലെ തന്നെ അവളും അവൾക്ക് സ്വന്തമാണ്. അവൾ അവളുടേതാകണം. ഹേർഷി അവളുടെ അവളാകണം. മറ്റൊരാളുടെ കണ്ണിൽ മറ്റൊരാൾ സൃഷ്ടിക്കുന്ന രീതിയിലൊരു പെണ്ണല്ല. അവൾ സ്വയം അവളെ തിരിച്ചറിയണം എന്നാണ് പറയുന്നത്. സ്ത്രീയുടെ ഡിസയർ എന്ന് പറയുന്നത് വളരെ കോസ്മിക്കാണ്. വളരെ അവളുടെ അൺകോൺഷ്യസ്, അവളുടെ മനസ്സ് എന്ന് പറയുന്നത് വളരെ വേൾഡ് വൈഡാണ്. വളരെ യൂണിവേഴ്സാലിറ്റി അവൾക്കുണ്ട്, അതിനുണ്ട്. സ്ത്രീയുടെ ഭാഷ ഒന്നിലും ഉൾക്കൊള്ളുന്ന ഒന്നല്ല, പക്ഷേ എന്തിനെയൊക്കെയോ ക്യാരി ചെയ്ത് പറക്കാൻ കെൽപ്പുള്ളവയാണ് സ്ത്രീയുടെ ഭാഷ. അവൾ എഴുതുമ്പോൾ അതൊരു സെൽഫ് സീക്കിംഗ് ആണ്. അവളെ തന്നെ തേടലാണ് അവളുടെ എഴുത്തിലൂടെ നടത്തുന്നത്. ഒരു ബോട്ടിലിൽ അല്ലെങ്കിൽ ഒരു കപ്പിൽ കുറച്ച് വെള്ളം നമുക്ക് കരുതുന്നതും നമ്മൾ ഒരു കടൽ സൃഷ്ടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പുരുഷൻ എങ്ങനെയാണ് സ്ത്രീയെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ ഒരു കപ്പിലെ വെള്ളം എടുക്കുന്ന പോലെ. എന്നാൽ സ്ത്രീ എഴുതാൻ തുടങ്ങുമ്പോൾ അവൾ തന്നെ ഷീ ഈസ് മേക്കിംഗ് ഹെർ ഓൺ സീ, ഹെർ ഓൺ ഓഷ്യൻ എന്ന് കീക്സസ് പറയുന്നു. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഫെമിനിറ്റി ഡെത്തും ഓൾമോസ്റ്റ് ഈക്വലാണ്. അതായത് പെണ്ണാകുക എന്ന് പറയുന്നത് മരണതുല്യമാണ് എന്നാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ജീൻ ജെനറ്റ് എന്ന റൈറ്റർ, മെയിൽ റൈറ്ററാണ്, 1948 ഒരു നോവൽ എഴുതുകയുണ്ടായി. പോംസ് ഫ്യൂണറൽ റൈറ്റ്സ് എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ. ഇതിൽ ഫെമിനിറ്റിയെ വളരെ നന്നായി ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് റൈറ്റേഴ്സ് ഫെമിനിറ്റിയെ അതിൻ്റെ ട്രൂ സെൻസിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ വളരെ കുറവാണ് ഇതുപോലെയുള്ള മെയിൽ റൈറ്റേഴ്സ്. സ്ത്രീകളെ തനതായ രീതിയിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള എഴുത്തുകാർ വളരെ കുറവാണ്. അടച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒതുക്കി വെച്ചിരിക്കുന്ന സ്ത്രീ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസ്ട്രക്റ്റീവ് എബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തിനേയും തകർക്കാനുള്ളൊരു ശക്തി അതിനുണ്ട്. ഫെമിനിറ്റിക്ക് സൊസൈറ്റിയിലും കൾച്ചറിലും പുതിയ ഒരു ഉണർവ്, പുതിയ ഒരു പുനർജന്മം കൊണ്ടുവരാനുള്ളൊരു കഴിവും ഈ എഴുത്തുകൾക്ക് ഉണ്ട്. സ്ത്രീ സംസാരിക്കുമ്പോൾ ഉണ്ടാവും. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് പോലും ആർട്ടിസ്റ്റിക്കാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ക്രിയേറ്റീവ് പവർ, പുരുഷനുമായി ചേർന്നുകൊണ്ടുള്ള ആ ഒരു ക്രിയേറ്റീവ് പവറും സ്ത്രീക്കുണ്ട്. ലക്കാനും ഫ്രോയിഡിനും എതിരായാണ്, അവർ പറഞ്ഞ തിയറിക്ക് എതിരായിട്ടാണ് കീക്സസ് ഇവിടെ സംസാരിക്കുന്നത്. ഇന്നലകളിലെ സ്ത്രീ പുരുഷനെ ഭയന്നിരുന്നു അല്ലേ? പുരുഷന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തെറ്റായിട്ടുള്ള കുറച്ച് മൊറാലിറ്റി ഉണ്ട്, മോറൽ കോഡ്സ് ഉണ്ട്. ഇതിനെയൊക്കെ ഭയങ്കരമായി സ്ത്രീ ഭയന്നിരുന്നു. ഇതൊക്കെ എഴുതുന്നത് ഒരിക്കലും മസ്കുലിനിറ്റിയെ അല്ലെങ്കിൽ പുരുഷത്വത്തിനെ ക്രിറ്റിസൈസ് ചെയ്യാനല്ല എന്നും കീക്സസ് പറയുന്നു. മസ്കുലിനിറ്റി എന്ന് പറയുന്നതും ഒരു റൈറ്റിങ്ങിൻ്റെ പാർട്ടാണ്. അതായത് പുരുഷൻ അവൻ്റെ പുരുഷത്വത്തെ, അവൻ്റെ സെക്ഷൽ ഡ്രൈവ്സിനെ, അവൻ്റെ സെക്ഷുവാലിറ്റി, അവൻ്റെ ഇൻട്രസ്റ്റിനെ ഒക്കെ ഡെപ്പിക്റ്റ് ചെയ്യാൻ അവന് കഴിയും. അപ്പോൾ അതുകൊണ്ട് അതിനോട് എതിർപ്പില്ല ഒരിക്കലും കീക്സസിന്. ഡിഫറൻസുകളെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീക്ക് സ്വയം എക്സ്പ്രസ് ചെയ്യാൻ കഴിവുണ്ടാവണം, സ്ത്രീ എക്സ്പ്രസ് ചെയ്യണം എന്നുമാണ് കീക്സസ് പറയുന്നത്. സ്നേഹമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ട്രേഡ് അല്ല, അതായത് ഒരു ഗീവ് ആൻഡ് ടേക്ക് അല്ല, ഒരു റിട്ടേണിങ് അല്ല. ഇത് ഒരു എക്സ്ചേഞ്ച് ആണ്. ഇറ്റ്സ് എ മൾട്ടിപ്ലൈങ്. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റുള്ളതിനെ തേടുന്നത് ഒരു അസൂയയും ഇല്ലാതെയാണ് മറ്റൊന്നിനെ തേടുന്നത്. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ ഒരു കഴിവിനെ തന്നെയുള്ള കണ്ടെത്തലാണ് എഴുതുമ്പോൾ അവർക്ക് കിട്ടുന്നത്. ഒരു നിബന്ധനകളുമില്ല, ഒരു റൂൾസുമില്ല, ഫ്രീ ആണ് അവരെഴുതാൻ. സ്നേഹത്തെ തേടിയുള്ള യാത്രയാണ്, അവരെ തന്നെ തേടിയുള്ള യാത്രയാണ് അവരുടെ എഴുത്തുകൾ. ഇൻ വൺ അനദർ വി വിൽ നെവർ ബി ലാക്കിംഗ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തേടുമ്പോൾ നമ്മൾക്ക് ഒന്നും നഷ്ടമാകുന്നില്ല. പുരുഷനും സ്ത്രീയും കോംപ്ലിമെൻ്ററിയാണ്. അപ്പോൾ ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല എന്ന് പറയുന്നു. ഈക്രിച്ചർ ഫെമിനൈൻ എന്ന ഒരു ഐഡിയ ആണ് ഈ ഒരു ഫെമിനൈൻ റൈറ്റിംഗ് എന്നുള്ളതിലൂടെ, ഇങ്ങനെ ഒരു കോൺസെപ്റ്റാണ് കീക്സസ് ഈ ഒരു എസ്സേയിലൂടെ കോയിൻ ചെയ്യുന്നത്. എന്താണ് ഈക്രിച്ചർ ഫെമിനൈൻ? നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇറ്റ്സ് എ ഡിസ്റ്റിങ്ക്റ്റീവ് മോഡ് ഓഫ് ഫെമിനൈൻ റൈറ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് എ റപ്ചർ ഡിസ്റപ്ഷൻസ് ഇൻ ദ ടെക്സ്റ്റ്സ്. നമ്മൾ കണ്ടുവന്നിട്ടുള്ള പുരുഷന്മാർ എഴുതി വെച്ചിട്ടുള്ള ടെക്സ്റ്റുകളുടെ
പൊളിച്ചെഴുത്താണ് ഈ ക്രീച്ചർ ഓഫ് ഫെമിനൈൻ എന്ന് പറയുന്നത്. മെയിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള ഭാഷകൾക്കും അപ്പുറം പലതരത്തിലുള്ള മീനിങ്സിന് അതായത് സ്ത്രീക്ക് സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ ഫ്രജിലിറ്റി, വീക്ക്നെസ്, സാഡ്നെസ്, റിഗ്രറ്റ്, ഗിൽറ്റി ഇങ്ങനെയുള്ള കുറച്ച് ഡെഫിനിഷൻസാണ് സ്ത്രീ കൊടുത്തിട്ടുള്ളത് പുരുഷന്മാരുടെ റൈറ്റിങ്സിൽ. എന്നാൽ ഇതിൽ നിന്നും മാറി മൾട്ടിപ്പിൾ മീനിങ്സ് നമ്മൾ എന്തൊക്കെ കേട്ടു? ഫ്ലൈയിങ്, സെൽഫ് റെപ്രസെൻറ്റേഷൻ, സെൽഫ് എക്സ്പ്രഷൻ, ഇൻഡിപെൻഡൻസ്, ഫ്രീഡം, എന്താണ് ഭയങ്കരമായിട്ടുള്ള പൊട്ടൻഷ്യൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ മീനിങ്സ് ആണ് വരുന്നത്. സ്ത്രീകളെക്കുറിച്ച് എഴുതുമ്പോൾ ഫ്രീ പ്ലേ ഓഫ് മീനിങ്സ് ആണ് നടക്കുന്നത്. നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ കഴിയും, ഓഹോ സ്ത്രീകൾക്ക് ഇങ്ങനെയും ഇൻ്റർപ്രിറ്റേറ്റീവ് ലെവൽസ് ഉണ്ടല്ലോ എന്നുള്ള കാര്യം. ഫീമെയിൽ ബോഡിയിലെ കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ഇൻസ്ക്രിപ്ഷൻസിനെ മനസ്സിലാക്കാൻ ഈ ക്രീച്ചർ ഫെമിനൈനിലൂടെ നമുക്ക് സാധിക്കും. ലാംഗ്വേജിലും ടെക്സ്റ്റിലും സെക്ഷൽ ഡിഫറൻസുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ക്രീച്ചർ ഫെമിനൈൻ. ഒരുപാട് തിയറിസ്റ്റുകൾ, ലൂസി റിഗറെ, ചാൻറ്റൽ ചോവോഫ്, കാതറിൻ ക്ലീമെൻറ്റ്, ജൂലിയ ക്രിസ്റ്റവ ഇവരൊക്കെയും കീക്സസിനെ പോലെ തന്നെ ഈ ക്രീച്ചർ ഫെമിനൈൻ സപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ തിയറിസ്റ്റുകളാണ്. സ്വയം മനസ്സിലാക്കാനുള്ള ഒരു സൈക്കിക്കായിട്ട് സ്വന്തം സെൽഫിനെ മനസ്സിലാക്കാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലാംഗ്വേജ് ഈ ക്രീച്ചർ ഫെമിനൈനുണ്ട്. ഒളിഞ്ഞു കിടക്കുന്ന മീനിങ്സിനെ പുറത്തു കൊണ്ടുവരാനും പുതിയ രീതിയിൽ വളരെ ഫ്രീ ഫ്ലോയിങ് ആയി സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നമ്മൾ പറയാറില്ലേ, കോൺഷ്യസ്നെസ് നമ്മുടെ തന്നെ ഉപബോധ മനസ്സിൽ നിന്നും ഒഴുകി ഇറങ്ങുകയാണ് നമ്മളെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീ ഫ്ലോ ആണ് നമുക്ക് ഈ ക്രീച്ചർ ഫെമിനൈനിൽ. ഒന്നിലും തടസ്സങ്ങളില്ല, അങ്ങനെയാകാവൂ ഇങ്ങനെയാകാവൂ എന്നുള്ള ഒരു തരത്തിലുള്ള സെൻസർഷിപ്സും ഇല്ല. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പൊള്ളയായിട്ടുള്ള ആ ഒരു ലോകത്തിൽ നിന്നും പുറത്തേക്ക് വന്നുള്ള എഴുത്താണ് സിംപ്ലി ഈ ക്രീച്ചർ ഫെമിനൈൻ എന്ന് ഈ ഒരു വർക്കിലൂടെ കീക്സസ് പറയുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും നമ്മൾ പുതിയ ടോപ്പിക്സുമായിട്ട് വരും. ഓൾ ദി ബെസ്റ്റ്.